കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. നിലവിൽ കേരളത്തിൽ 26 ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ കേരള ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് എൻ്റെ തൊഴിലാളികളുടെ നിയമം 1978 പാസ്സാക്കിയത്. ഇപ്പം നിലവിലുള്ള നിയമങ്ങൾ, കരാറുകൾ, ഉടമ്പടികൾ അല്ലെങ്കിൽ സേവന വ്യവസ്ഥകൾ പ്രകാരം തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുവാൻ കഴിയുമെന്ന് തൊഴിൽ കോഡുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. തൊഴിലാളി വിരുദ്ധ നിലപാടോടുകൂടിയ ഈ ഇത് ലേബർ കോഡിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എടുക്കുകയാണ്. മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ UDF ഗവൺമെന്റിന്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ജീവനക്കാരെ പിരിച്ചുവിടുക. വേറെ ഒരു ജോലിയും ഈ കഴിഞ്ഞ 2 മാസക്കാലമായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ നടക്കുന്നില്ല. 609 ഇപ്പം ഉള്ള കണക്കനുസരിച്ചാണ് 609 വരെ പിരിച്ചുവിട്ടു. 650 കുടുംബങ്ങൾ പട്ടിണിയിലായി. അവർക്ക് അതിൻ്റെ പേരിൽ ഒരു വിഷമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പിരിച്ചുവിടപ്പെട്ടവരെങ്ങനെയുള്ളവർ? ഭിന്നശേഷിക്കാർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, മത്സ്യത്തൊഴിലാളികൾ, 20 വർഷം വരെ സീനിയാരിറ്റി ഉള്ളവർ. മാധ്യമങ്ങൾ ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഷോപ്പ് ആൻഡ് കമേഴ്സ്യൽ എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ഞാൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇതെല്ലാം എൻ്റെയും കീഴിലുണ്ടായിരുന്നതാണ്. ഒരാളെപ്പോലും പിരിച്ചുവിട്ടിട്ടില്ല. ഒരാളെപ്പോലും. അല്ലെങ്കിൽ ഒരു ഭാഗം പറയട്ടെ. ഞാൻ ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയാണല്ലോ, ഞാൻ ലേബർ മിനിസ്റ്റർ ആയിരുന്ന 5 വർഷക്കാലം ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടെന്ന് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കട്ടെ. മുൻ മന്ത്രി പറഞ്ഞത് ശരിയായിട്ടില്ല, അങ്ങനെയല്ല എന്ന് പറയട്ടെ. കോടതി ഇതിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കോടതി തൊഴിലാളികൾക്ക് അനുകൂലമായി ഇടപെടുന്നുണ്ട്. അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ്, കള്ളുകത്ത് വ്യവസായ തൊഴിലാളി ബോർഡ്, കുടുംബശ്രീ, KDISC. കുടുംബശ്രീയിലാണെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്ന് 164 പേര്, 17,000-ഓളം വരുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ. അവരുടെ കാലാവധി ആഗസ്റ്റ് 30 തീരെയാണ്. ദയവ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാറുള്ളത്, ഈ 17,000 പേരെ നിങ്ങൾ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ NHM അത് നിൽക്കും അതിൻ്റെ പ്രവർത്തനം. കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് NHM എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസ് സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോരുത്തരെയും പേരെടുത്തും അവർ താമസിക്കുന്ന അഡ്രസ്സും എടുത്തിട്ട് നാട്ടിൽ ചെന്ന് അന്വേഷിക്കും. ഇവരെങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് എന്നെല്ലാം അന്വേഷിച്ച ശേഷം അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു, പിരിച്ചുവിടുന്നു, വിഡ്രോ ചെയ്യുന്നു. ഇതാണ്. ഇങ്ങനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല.